വീടെത്തി. മെല്ലെ. എങ്ങോട്ടാ? കിഷൻജിയുടെ വീടല്ലേ? അതിന് ഇവിടം വരെ മതി തന്റെ ഡ്രൈവിംഗ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്ത് പൊയ്ക്കണം കേട്ടോ. അഖില, വീടിന്റെ താക്കോലിതാ. മമ്മി, അഖില, എന്താ കോപ്പേ? കയറി പോടാത്ത. അഖില ചത്ത്. പൂട്ടിയില്ലേ? देखे जो हमें हम कुछ भी नहीं, देखे जो हमें हम कुछ भी नहीं, തുടങ്ങിയല്ലോ. हम कुछ भी नहीं, समझो तो दामन के भूल है हम. ഹലോ, ഒന്ന് നിർത്തണ്ടോ? ഇവിടെ മനുഷ്യന്മാർക്ക് കിടന്ന് ഉറങ്ങണം. നീ പോടി മരക്കഴുതയുടെ മോളെ. देखे जो हमें हम कुछ भी नहीं, देखे जो എന്തിനാടി വെറുതെ? നിനക്കിത് കേൾക്കാണ്ട് ഉറക്കം വരില്ലെന്നായോ ഇപ്പോ? समझो तो കർത്താവേ, ഇവന് നല്ലൊരു ശബ്ദമെങ്കിലും കൊടുക്കണേ. കിച്ചു, കിച്ചു, ഇന്നലെ വൈകിട്ട് തന്നെ എത്തി. രാത്രി നീ വന്നത് നല്ല ഫോമിലാ. അപ്പൊ നിന്റെ മുന്നിൽ വരണ്ടാന്ന് തോന്നി. അതാ ഒന്ന് കാണണമെന്ന് കുറെ നാളായി വല്ലാണ്ട് തോന്നി. ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയുന്നത്. നീ ഒന്നും പറയണ്ട. അഖില, നീ അപ്പുറത്തേക്ക് പോ. അവൾ ഓട്ടോയിൽ വരുമ്പോ വഴി കണ്ടതാ. നീയാന്ന് ആദ്യം കരുതിയത്. പിന്നെ മനസ്സിലായല്ലോ. എന്നിട്ടും എന്തിനാ മമ്മി എന്റെ വീടിന്റെ ചാവി കൊടുത്തത്? അന്യനൊന്നും അല്ലല്ലോ, നിന്റെ ബ്രദർ അല്ലേ? എനിക്ക് അവനെ കാണണ്ടെങ്കിലോ? ജീസസ്, നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? അവൻ ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. അത് കണ്ടവർക്കൊക്കെ കയറി കിടക്കാനുള്ളതല്ല. ഓ, എന്നാ നീ വീട് പൂട്ടിപ്പിക്കോ. കീപ് യുവർ കീസ് വിത്ത് യു. എന്തായി? ഭയങ്കര പൊട്ടലും ചീറ്റോ. കുഴപ്പമില്ല, അത് മമ്മി ഹാൻഡിൽ ചെയ്തോളൂ. അവന്റെ ഈ ബേളൊന്നും മമ്മിയുടെ ദേഷ്യമില്ല. അനന്തകൃഷ്ണനെ പറഞ്ഞു വിടാൻ മമ്മി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇവിടെ താമസിക്കും. അതിന് മമ്മിക്ക് നിന്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. മമ്മിയുടെ കൺട്രോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സമാധാനം തരത്തില്ല എന്ന് തന്നെ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. ഹലോ. എന്താടോ കാലത്തൊരു വല്ലാത്ത ഹലോ? ഉണന്നേ ഉള്ളൂ. 10 മണി വരെ കിടന്നുറങ്ങ. ആ പിന്നെ ജീവൻ നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. ആരാവന്റെ ഇൻഫോർമർ എന്നറിയാവോ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നമ്മുടെ ജഗൻ. ആ
ജീവിത പ്രാരാബ്ദമല്ലേ മനുഷ്യരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നിനക്കറിയോ, ഐ ജി ഓഫീസിലുണ്ടല്ലോ, ഞാൻ ചില തമാശയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ യൂണിഫോം ഇട്ട് പോയിരുന്നത് കൊണ്ട് അല്പം മകതിരിവ് കാണിച്ചു കൂടാത്തൊന്നുമില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്നതും താൻ ഈ പറഞ്ഞ യൂണിഫോം തന്നെ. ആൻഡ് ദിസ് ഈസ് മൈ 19th year in service. താൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഒരു അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാർ. പ്ലീസ് ഗീവ് മീ സം മോർ ടൈം. ഇയാള് ഭയന്നിട്ടാണ്. ഐ സ്വെയർ ഓൺ ഇറ്റ് സർ. തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകരുള്ളൂ. ഇയാളുടെ പേരാണ് ജഗൻ. താൻ ഇന്നലെ രാത്രി പിടിച്ചെടുത്ത സാധനങ്ങൾ മുഴുവൻ ഇയാളതാ. ഇയാൾ താനേ വന്ന് കുറ്റം സമ്മതിക്കുമ്പോ താനെന്തിനാണോ വെറുതെ ഒരു കുരു തക്കിപ്പൊട്ടിക്കണത്? തനിക്ക് വല്ല അസുഖമുണ്ടോ? യെസ് ജഗൻ, ദിസ് വെരി സെയിം സ്റ്റുപ്പിഡ് ഈസ് ദ ഫക്കിംഗ് ഇൻഫോമർ സർ. ഓഹോ, തോന്നിയാസം ഇംഗ്ലീഷിൽ പറഞ്ഞാലും തോന്നിയാസം തന്നെയാ. സീനിയേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് താൻ ആദ്യം പഠിക്കണം. ഐ എം സോറി സർ. മതി, അധികം വിശദീകരണമൊന്നും വേണ്ട. പറയുന്നത് പോലെ ചെയ്താൽ മതി. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ കരയില്ലായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നു. അയാളെ ഉടനെ റിലീസ് ചെയ്യുക. ജാമ്യമായി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോയിട്ട് സ്റ്റേഷനിൽ കാത്തു നിൽക്കുക. ഈ പേപ്പറിൽ ഒപ്പിട്ടിട്ട് നേരെ അങ്ങോട്ട് ഇല്ലേ. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. റിലീസ് ദ ഡ്രൈവർ ഓൺലി. ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയാമായിരുന്നു സാർ. ഇതിലൊന്നും കുലുങ്ങുന്ന ആളുകളല്ല. വെറുതെ സാർ നമ്മള്. ഞാനും പ്രതീക്ഷയാടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതെന്താ സാർ? ഇവരുടെയൊക്കെ സ്വത്തുവകളുടെ ഡീറ്റെയിൽസ് വേണം. അവരുടെ ഭാര്യമാരുടെ മക്കളുടെ എല്ലാം ഡീറ്റെയിൽ റിപ്പോർട്ട്. സാർ DIG? യെസ്, ആൻഡ് ഇറ്റ് സ്റ്റോപ്പ് സീക്രട്ട്. സാർ. ഹലോ. യെസ്. ഞാൻ വരുന്നു. എന്ത് പറ്റി സാർ? ആ ഇൻഫോമർ ജഗൻ, ഹീസ് കിൽഡ്. ഫ്രാൻസി ഇതുപോലെ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ബാക്ക് ഡോർ വഴി നേരെ കിച്ചണിലേക്കാ കയറി വരുന്നെങ്കിൽ 2 സ്മോൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ കിച്ചണിലായിരിക്കുന്നവനറിയാം. പിന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യലും തേങ്ങ ചെരവലും ഒരു ബഹളം തന്നെ. സിസ്റ്റേഴ്സില് എന്നോടായിരുന്നു ഫ്രാൻസിക്ക് ഏറ്റവും ഇഷ്ടം. മതി കഥ ഇവിടെ നിർത്താം. നീ പൊടി എവിടുന്ന്? ഞാൻ കരയൊന്നുമില്ല. ബൈക്ക് ആക്സിഡന്റില്ല. സോറി, ഞാനൊരു സൺഡേയുടെ മൂഡ് സ്പോയിൽ ചെയ്തു അല്ലേ? അനന്ത് ലഞ്ചിനുണ്ടല്ലോ. ഇന്ന് ചർച്ചിൽ പോണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് ലഞ്ചിന് പഴംപുരാണാവും വിളമ്പാന്ന്. ഫ്രാൻസി മരിക്കുമ്പോഴേ ഇവക്ക് 3 വയസ്സാ. ഇവക്ക് കണ്ട ഓർമ്മയൊന്നുമില്ല. അനന്തൂന ഫ്രാൻസിയുടെ സ്വഭാവം കൂടുതലുള്ളത്. കിഷൻ ആ സ്വഭാവം ഒന്നുമില്ല. ടഫ് നേച്ചറാ. എന്നാലും എന്നെ വലിയ സ്നേഹ. എടേ അതൊന്നും എടുത്തേ. അത് മമ്മി എന്നെ എടുത്താ മതി. റീസെന്റ് ആവും. കിച്ചുവിന്റെ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ മമ്മിക്കറിയാം. സത്യം പറഞ്ഞ കുറെ കാലത്തേക്ക് അറിയില്ലായിരുന്നു. പിന്നെ കിഷൻ തന്നെയല്ല മമ്മിയോട് പറഞ്ഞത്. പറഞ്ഞ അതൊരു വലിയ കഥ തന്നെയാ. ഒരു ദിവസം മാർക്കറ്റ് റോഡിൽ വെച്ചിട്ട് കരിമുട്ടി പോലെയുള്ള മനുഷ്യനെ ഇടിച്ച് പപ്പടാക്കുക കിഷൻ. ഞാൻ കണ്ടുവെന്ന് മനസ്സിലായപ്പോ എന്റെ പിന്നാലെ ഓടി വന്നു. എന്തിനാന്നാ മമ്മിയോട് പറയലെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. ഈ രഹസ്യം കൊണ്ട് കുറെ കാലം ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തതാ. സഹി കേട്ട ഒരു ദിവസം കിഷൻ തന്നെ എല്ലാ രഹസ്യവും മമ്മിയോട് തുറന്നു പറഞ്ഞു. എന്നെ സഹിക്കുന്നതിനെക്കാട്ടും ഭേദമല്ലേ ഈ കാണിക്കുന്ന മൊരട്ടൊന്നും ഉള്ളിലില്ലാന്നേ. എന്നും മുട്ടുകുത്തുമ്പോ ആദ്യം പ്രാർത്ഥിക്കുന്നത് കിഷന് വേണ്ടിയാണ്. മമ്മി क्या बात है दीदी? अरे ये मुई अड़ी है कि इसको 5 ग्राहक से ज्यादा नहीं चलता. रात भर एक ही के साथ सोने वाली साली का थोपड़ा तो देखो. अरे बढ़िया इसका नाटक बनने वाली. यहाँ आई है तो ये नाटकबाजी बंद कर. अरे नहीं तो एक अरे ओ चमेली देखो. हाँ अभी आई दीदी. ആരോ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരുടെ? അറിയില്ല, ബായിന്റെ കടയിലെ പയ്യൻ കൊണ്ടുവന്നാ. നീ വെക്കോ. നിന്റെ നിക്കാഹിന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു. ഇല്ല, നാളെ വേണം. నేను కొద్దిగా బయటెళ్ళి తొందరగా వచ్చేస్తాను.
ഓ ഓ എന്താടാ നീ കേറ്. എവിടെയാ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന കുന്തം? നീ ഇങ്ങോട്ടിരിക്കും, ഞാൻ എടുക്കാം. എങ്ങോട്ടാ? നമ്മുടെ പഴയ വീട്ടിലേക്ക്. ഞാനിന്ന് അവിടെയാ കിടക്കുന്നത്. വീട്ടിലെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? നിലത്ത് കിടക്കണ്ട, നമ്മുടെ പായുണ്ട് ഇവിടെ. ചിലപ്പോഴൊക്കെ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നും. ഓടി അങ്ങോട്ട് വരാൻ പറ്റുമോ? ഈ കാലന്മാര് തമ്മിൽ തെറ്റുകൊണ്ട് പിന്നെ കാണും. അപ്പോഴൊക്കെ രണ്ടുപേരുടെ കയ്യിലും വല്ല തോക്കോ വടിവാളോ. നട്ടപ്പറ വെയിലത്ത് പരസ്പരം തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഫാൽനിയർ റോഡിന്റെ ഓരം ചേർന്ന് നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞ് നമുക്ക് സൗഹൃദം പങ്കുവയ്ക്കാടാ. ഇപ്പൊ ഗോവിന്ദി തന്നെ അതേ വളിച്ച കോമഡി. ഗോവിന്ദി ഒരു അവതാരമാണ്. അത് എനിക്ക് അറിയാഞ്ഞിട്ടാ. അതെ അതെ, മടുത്തടാ. ചിലപ്പോ തോന്നും എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നിന്നെ കാണുമ്പോ സത്യത്തിൽ എനിക്ക് ബേജാറാ. ഉമ്മ ഇടക്കൊക്കെ സ്വപ്നത്തിൽ വന്ന് ചീത്ത പറയും, നിന്നെ കൂടി വഴിതെറ്റിച്ചു എന്നും പറഞ്ഞു. നീ ഇങ്ങനെ വെറുതെ കിടന്ന് ഓരോന്ന് ആലോചിച്ചിട്ടാ. ചിന്തിക്കരുത്, അങ്ങനെ പോണം. ചിന്തയാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് ഗോവിന്ദി പറയാറുണ്ട്. സത്യ ഗോവിന്ദി പറയും, നിനക്കൊക്കെ സത്യമായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ അയാൾ ഗോവിന്ദി ആയതും. അയാൾ എന്ത് പറഞ്ഞാലും കാരണം അന്വേഷിക്കാൻ നീയൊക്കെ ചാടി പുറപ്പെടുന്നത്. റെഡ്ഡി പറഞ്ഞ പിന്നെ നീ എന്താടാ ചെയ്യുന്നേ? ചെയ്താനെ കിടന്നുറങ്ങ. ഞാൻ പോവാ. അവിടെ ഇപ്പോ റെഡ്ഡിക്ക് ചേർത്താൻ പിടിച്ചു.